ഇതിൽ രസകരമായൊരു ഗ്രൂപ്പുണ്ട്, ഇതിനകത്തൊരു ഉപഗ്രൂപ്പ്. ആ ഉപഗ്രൂപ്പ് അറിയപ്പെടുന്നത് ബ്രൻഹാമിസ്റ്റുകൾ എന്ന പേരിലാണ്. ബ്രൻഹാമിസ്റ്റുകൾ, വില്യം മാരിയൻ ബ്രൻഹാം. ഈ വില്യം മാരിയൻ ബ്രൻഹാമുകളും മറ്റേ വണ്ണസും തമ്മിലും ഭയങ്കര വഴക്കാണ്. ഇവർ യേശുനാമക്കാരാണ്, രണ്ടുമാണെങ്കിലും അടിക്കൊരു കുറവുമില്ല. അത് ഉപദേശപരമായിട്ടുള്ള എതിർപ്പാണ്. കാരണം ഏറ്റവും അപകടകാരികളായ വണ്ണസ് ഗ്രൂപ്പ് ഇവരാണ്. അപ്പോൾ അവരുടെ വളരെ രസകരമായ ഉപദേശമുണ്ട്. എന്താണ് ആദമ്യ പാപം? അത് പാമ്പും ഹൗവയും ഇണ ചേർന്ന് ഒരു കുട്ടി ജനിച്ചു, അതാണ് കയ്യിൻ. അങ്ങനെയുണ്ട്. ഞാനത് പറഞ്ഞ് പറയാൻ കൊള്ളാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു നർമ്മബോധം വെച്ച് പുള്ളിയോട് ചോദിച്ചു, കുഞ്ഞുങ്ങളും മക്കളും സ്ത്രീകളും ഒക്കെ ഉള്ളിടത്ത് നിങ്ങൾ വീടിട്ടേച്ച് പോരുത്, പാമ്പിൻ്റെ ശല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലർക്ക് മനസ്സിലായിക്കോളൂ ഉത്തരം. അതുകൊണ്ട് ചർച്ചയ്ക്കൊരു കൊഴുപ്പ് വേണമല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടാമത് എന്നോട് ചോദിച്ചു, അങ്ങനെയാണ് ഈ കയ്യിനെ LKG വിട്ട് കാണോ സ്നേക്ക് പാർക്ക് വിട്ട് കാണോ ചെറുപ്പത്തിൽ? ഇത്ര ഫോഷ്കാണ് ഇവരെ പഠനം. ഇതിൻ്റെ പിന്നിൽ ആൾ നിൽക്കുകയാണ്, ആൾ ഇടിച്ചു നിൽക്കുകയാണ്. ഇന്ന് സ്നാനപ്പെടുന്നതിനുള്ള സമയത്ത് ഞാൻ ബ്രദറിനോട് ചോദിച്ചു, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനും, ഏതൊരു മനുഷ്യനും, ശ്രദ്ധിച്ച് കേൾക്കണം, ഞാനുള്ള സഭയിൽ പഠിപ്പിക്കാത്ത കാര്യമാണ്, ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും പാപപരിഹാര മാർഗത്തിന് രക്തം ചീന്തണം എന്ന ഒരു നിയമം ഉണ്ട് എന്ന് ആ മനുഷ്യൻ എങ്ങനെ അറിയാം? ഹിന്ദു ആയാലും മുസ്ലിമാനായാലും ജൈനമതായാലും ഷിയാകളോ സുന്നികളോ ക്രിസ്ത്യൻസോ ഏതൊരു വ്യക്തിക്കും പാപമോചനത്തിന് രക്തം ചീന്തണം. മുസ്ലിംസ് യാഗം കഴിക്കുന്നു, കുഞ്ഞാടിനെ അറക്കുന്നു, ബലി അർപ്പിക്കുന്നു. ഹിന്ദുക്കൾ കോഴി അറക്കുന്നു, ആടിനെ അറക്കുന്നു. ആ മലയിൽ താമസിക്കുന്ന ആദിവാസികളായ വ്യക്തികൾ പോലും എന്തിനെങ്കിലും കൊന്നാണ് അവർ യാഗം കഴിക്കുന്നത്. അപ്പൊ പാപത്തിന്റെ പരിഹാരത്തിന് ഒരു മരണം സംഭവിക്കണമെന്നും രക്തം ചീന്തണമെന്നും ആര് പറഞ്ഞു കൊടുത്തു? ക്രിസ്ത്യാനി പോലും സ്നാനപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ രക്തപരിഹാര യാഗം, ബലി, എബ്രായ ലേഖനം 9:20-22 പറയുന്നു, രക്തം ചീന്തിയിട്ടല്ലാതെ വിമോചനമില്ല. അപ്പൊ പാപങ്ങളുടെ മോചനത്തിന് രക്തം ചീന്തണമെങ്കിൽ പാപവും രക്തവും തമ്മിൽ എന്താണ് ബന്ധം? ഇത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണോ സ്നാനപ്പെടുന്നത്? അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസ് ചില ശിഷ്യന്മാരെ കാണുമ്പോൾ ചോദിക്കുകയാണ്, വിശ്വസിച്ചിട്ട് സ്നാനപ്പെട്ടോ, അല്ല വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അത് യോഹന്നാന്റെ സ്നാനം. യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്. തന്റെ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി പറയാണ്, ഇത് കേട്ടാറേ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഏത് കേട്ടാറേ? ഈ ബൈബിൾ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാലും നിങ്ങൾ അറിയുന്ന കാര്യം ബൈബിളിൽ രഹസ്യമായി തന്നെയാണ് ഇന്നും. പൗലോസ് അവരോട് എന്താണ് പറഞ്ഞത് എന്നത് ഇന്നും നിഗൂഢമാണ്. ഇത് കേട്ടാറേ, എന്ത് കേട്ടാറേ? അപ്പൊ ശരിയായത് കേട്ടില്ലെങ്കിൽ അവരെങ്ങനെ സ്നാനപ്പെടും? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് സ്നാനപ്പെടും. അപ്പൊ പൗലോസിലൂടെ പറഞ്ഞു കേട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ സ്നാനപ്പെടണമെങ്കിൽ എന്തോ അവർ കേട്ടു. നിങ്ങൾ പോയി ആരോടെങ്കിലും ചോദിക്കുക, എത്ര വലിയ പണ്ഡിതനോട് വേണമെങ്കിലും ചോദിക്കൂ. അപ്പോൾ പൗലോസ് അവിടെ പറയുന്നു, ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. നിങ്ങൾ പോയി ചോദിക്കുക. ഭൂമി മലയാളത്തിലോ ഭൂമി മുഴുവൻ ലോകം മുഴുവനുള്ള എത്ര വലിയ പണ്ഡിതനോടും ചോദിക്കുക, എന്ത് കേട്ടിട്ടാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടത്? അവരെന്ത് പറയും? നമുക്കറിയാവുന്ന കാര്യം തന്നെ. യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി, നിങ്ങൾ ഇനി പാപിയല്ല, യേശു രക്ഷിതാവാണ്, കർത്താവാണ്, ദൈവമാണ്. ഇത് കേട്ട യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്നത് ദൈവത്തിന്റെ നാമത്തിൽ പോരെ? അല്ലെങ്കിൽ യേശു പറഞ്ഞു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പോലെ? അപ്പോൾ അവിടെ വേറെന്തോ പറഞ്ഞു. അപ്പോസ്തലന്മാർ പറയുന്നത് ഞങ്ങൾ മർമ്മമായിട്ട് അത്രയെ പ്രസ്താവിക്കുന്നതെന്നാണ്. മാർക്ക് 16:16 അവിടെ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്ത് വിശ്വസിക്കണം? അവിടെയും ഹിഡനാണ്. ജ്ഞാനികൾ ബൈബിൾ കോളേജ് വഴി പഠിപ്പിക്കുന്നതാണ് ശരിയെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമെന്തോന്നു? ഈ സഭകളൊന്നും വിശ്വാസ സ്നാനം സ്വീകരിച്ച്
പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല എന്ന് നമുക്കേ അറിയാവൂ. വചനം നോക്കിയാൽ അറിയാം. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, നഗരത്തിൽ പാർത്ത് ഉപവാസം ചെയ്ത് പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ. ശിഷ്യന്മാരോട് മാത്രം. ശിഷ്യന്മാർ അന്ന് മാളികമുറിയിൽ കൂടിയിരുന്ന് യേശുവിന്റെ കൽപ്പന പ്രകാരം കൂടിയിരുന്ന് പരിശുദ്ധാത്മാവ് ലഭിച്ച് താഴേക്ക് വരുമ്പോൾ പറയേണ്ടത് യേശു പറഞ്ഞ കാര്യമല്ല പറയേണ്ടത്. യോഹന്നാൻ 14:26 വായിക്കുക. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. ഞാൻ എന്താണ് പറഞ്ഞത്, അങ്ങനെ പറയാനുണ്ടായ കാര്യം എന്താണ്, കാരണം എന്താണ്, ഇണവചനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ആ ക്രിസ്തുവിന്റെ ഉപദേശവുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ. അങ്ങനെയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് പോയ യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പഠിപ്പിക്കാതിരിക്കുകയാണ് പിശാചിന്റെ ഉദ്ദേശം. എന്താണ് അത് വേറെ എന്ന് പഠിപ്പിച്ചാൽ പത്രോസാണ് പറഞ്ഞത്. പത്രോസ് പറഞ്ഞതല്ല നമുക്ക് ആവശ്യം, യേശു ക്രിസ്തു പറഞ്ഞതാണ്. മുഴുവൻ ബൈബിൾ കോളേജ് സാത്താൻ മൂടി വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ പറഞ്ഞ യേശു ക്രിസ്തു തന്നെയാണ് ഞാൻ പോയി ആത്മാവായിരുന്ന ദൈവം ശരീരധാരിയായി വന്നിട്ട് തിരികെ ശരീരവുമായി മുകളിലേക്ക് പോയിട്ട് പിന്നെ ആത്മാവായി വന്ന് ലോകാവസാനം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, നിങ്ങളെ അനാഥരായി വിടുകയില്ല. അത് ഗ്രഹിക്കേണ്ട ജ്ഞാനമില്ലാത്തവരാണ് ബൈബിൾ കോളേജിലെ പണ്ഡിതന്മാർ. അവര് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് പറഞ്ഞത് പത്രോസ് അല്ല. ഇവർ പ്രതീക്ഷ വച്ചിരിക്കുന്ന, നമ്മൾ പ്രതീക്ഷ വച്ചിരിക്കുന്ന ഇതേ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് പറഞ്ഞത്. അതാണ് ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ക്രിസ്തു നിങ്ങളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഈ ക്രിസ്തു തന്നെയാണ് യേശു എന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? നീ ക്രിസ്തു. പരിശുദ്ധാത്മാവും ക്രിസ്തുവും ഒന്നാണെന്ന് പോലും അറിയില്ല. ആത്മീകന് ആത്മീക ഭാഷ മനസ്സിലാകും. ക്രിസ്തു എന്നത് ആത്മീക ഭാഷയും പരിശുദ്ധാത്മാവ് ജഡീക ഭാഷയും. പുത്രൻ എന്നത് ജഡീക ഭാഷയും യേശു എന്നത് ആത്മീക ഭാഷയും. അതായത് പിതാവ് എന്നത് ജഡീക ഭാഷ, ആത്മീക ഭാഷ കർത്താവ്. പുത്രൻ എന്നത് ജഡീക ഭാഷ, ആത്മീക ഭാഷ യേശു. പരിശുദ്ധാത്മാവ് എന്നത് ജഡീക ഭാഷ അല്ലെങ്കിൽ ആക്ഷരിക നാമം, ആത്മീക നാമം ക്രിസ്തു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഈ ബൈബിൾ പണ്ഡിതന്മാർക്ക് ഇന്നുവരെ മനസ്സിലാകാത്തതിന് കാരണം പരിശുദ്ധാത്മാവ് പ്രാപിച്ച് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞിരുന്നു, അപ്പോസ്തലൻ പറയുന്നത് കേൾക്കണമെന്ന് യേശു വ്യക്തമായി പറഞ്ഞു. മത്തായി 10:16 യോഹന്നാൻ 13:22 വായിച്ചു നോക്കുക. യേശു വ്യക്തമായി പറഞ്ഞു, ഇവരെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, ഇവരെ തള്ളുന്നവൻ എന്നെയും എന്നെ അയച്ചവനെയും തള്ളുന്നു. അപ്പൊ ഈ കൽപ്പന തള്ളിക്കളഞ്ഞ് പത്രോസ് പറഞ്ഞ സ്നാനം വേണ്ട എന്ന് പറഞ്ഞ് സ്നാനം ചെയ്യാൻ ആര് പ്രേരിപ്പിച്ചു? പിശാച്, സാത്താൻ. പിശാചിന് അനുസരിക്കുന്നത് കൊണ്ട് തന്നെ എവരൊന്നും ദൈവമക്കളല്ല. ദൈവാത്മാവ് വഴി നടത്തുന്നവരാണ് ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരും ദൈവാത്മാവ് വഴി നടത്തിയ അതേ സ്നാനം അല്ലാത്തവർ വഴി നടത്തുന്നത് പിശാചിന്റെ ആത്മാവാണ്. അവർ എതിർ ക്രിസ്തുക്കളാണ്, കള്ളക്രിസ്തുക്കളാണ്, കള്ളപ്രവാചകന്മാരാണ്. എന്നിട്ടും ബൈബിൾ കോളേജിൽ ചെന്നിട്ട് അവർ പഠിപ്പിച്ചപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് കേട്ടാറേ, എന്ത് കേട്ടാറേ അവർ ബുദ്ധിയിൽ പഠിപ്പിക്കുന്നു. നമ്മളും അങ്ങനെ തന്നെ വിചാരിച്ചു, യേശു എന്റെ പാപങ്ങൾ, ആദ്യം ഞാനൊരു പാപിയാണ്, എന്റെ പാപപരിഹാര മാർഗം കൊടുക്കാൻ യേശു വന്നു, യേശു എനിക്ക് വേണ്ടി മരിച്ചു, രക്തം ചിന്തി, ഉയർത്തെഴുന്നേറ്റു, എന്നെ വാനമേൽക്ക് കൊണ്ടുപോകും, എന്റെ രക്ഷിതാവാണ്, ഭർത്താവാണ്. ഇതെല്ലാം അറിയണം, ഇത് അറിയേണ്ടത് തന്നെ. പക്ഷേ ഞാൻ കഴിക്കുന്ന സ്നാനം ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനത്തോടുള്ള ഏകീഭാവം എന്ന നല്ല മനസാക്ഷിയാണെങ്കിൽ ക്രൂശിൽ ഒരു വ്യക്തി പാപം വഹിച്ചുകൊണ്ട് കയറി ശിക്ഷയേറ്റത് എന്തിന്? രക്തം ചീന്തിയത് എന്തിന്? മരണം വരിച്ചത് എന്തിന്? അടക്കിയതും ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേറ്റതും എന്തിന്? ഇത് കേട്ടാറേ എന്തിന്? രക്തം ചീന്തിയത് എന്തിനാണ്? പാപപരിഹാരത്തിന് രക്തവുമായി എന്താണ് ബന്ധം? ഇത് പഠിപ്പിക്കാൻ ഒരു പണ്ഡിതനും കഴിയില്ല. ഈ സഭയിൽ വില്യം മരിയം ബ്രൻഹാം എന്ന വ്യക്തിയിലൂടെയാണ് ദൈവം അത് സംസാരിച്ചത്.
അതുകൊണ്ട് ഈ സഭയും ഇവിടുത്തെ ഉപദേശവും വ്യക്തികളും ഒന്നും ശരിയല്ല എന്ന് പോയി പറയുന്ന തിരിച്ചു പോകുന്ന ഒരു വ്യക്തിയും ജീവൻ പ്രാപിക്കില്ല. കർത്താവ് ഈ തന്റെ നാമം വിളിച്ചിരിക്കുന്ന സ്ഥലത്താണ് ദൈവം വസിക്കുന്നത്. മറ്റൊരു സഭയിലും ഇല്ല. ഈ വെളിപ്പാട് പറഞ്ഞ വ്യക്തിയെയോ വെളിപ്പാടിനെയോ പുസ്തകത്തെയോ അല്ലെങ്കിൽ ഇതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞാലും നമ്മളത് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണെന്ന് മരണകരമായ പാപമാകും. അപ്പോൾ എന്തിനാണ് രക്തം ചീന്തുന്നത്? ആദ്യമായിട്ട് രക്തം ചീന്തിയത് എവിടെയാണ്, ആരാണ്, എന്തിനാണ്, എന്താണ് പാപം എന്നറിയണം. ഇതാണ് പൗലോസ് പറഞ്ഞത്. ഇത് കേട്ടാറേ അവരുടെ ഹൃദയത്തിൽ വൈബ്രേറ്റ് ചെയ്തു. അവർ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു. അല്ലാതെ യേശു എന്റെ രക്ഷിതാവാണ്, വീണ്ടെടുപ്പുകാരൻ, വിടുതൽക്കാരനാണ്, രക്തം ചൊരിഞ്ഞോ, ഇതെല്ലാം നല്ലത് തന്നെ. ഇവിടെ മർമ്മമുണ്ട്. ആ മർമ്മം 7 ഇടിനാദങ്ങളിലൂടെ, ബൈബിളിലെ മുഴുവൻ മർമ്മങ്ങളും 7 ഇടിനാദങ്ങളിലൂടെ കർത്താവ് സംസാരിച്ചു കഴിഞ്ഞു. ആരോട് സംസാരിച്ചു? യോഹന്നാനിലൂടെ സംസാരിച്ചു. യോഹന്നാൻ അത് കേട്ടപ്പോൾ അവൻ എഴുതുവാൻ ഭാവിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എല്ലാവരുടെയും ബൈബിൾ എടുത്ത് നോക്കുക. എഴുതുവാൻ ഭാവിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കേട്ടത് എഴുതേണ്ട, കണ്ടത് എഴുതിക്കോ. ഇതോ 7ാം സഭാദൂതന്റെ അല്ലെങ്കിൽ 7ാമത്തെ ദൂതന്റെ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് മുൻ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകുമെന്ന് പറഞ്ഞാൽ, ഒരു യോഗ്യതയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, എന്ത് ഏത് എന്നറിയാത്ത ഒരു വ്യക്തി പ്രവാചകൻ എന്നാൽ ഒരു ബോഡി മാത്രമാണ്. ദൈവത്തിന്റെ വായ് എന്നാണ് പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം. യോഹന്നാനിന് ശേഷം പിന്നെ പ്രവാചകന്മാരില്ല എന്ന് എല്ലാവരും പറയുന്നു. പിന്നെ കയ്യഫാവ് പ്രവചിച്ചതോ? ലൂക്കോസ് 17-ാമത്തെ അധ്യായം, മാർക്കോസ് 8:18 കർത്താവ് പറയുന്നു, ഇന്ന് നമ്മൾ പറഞ്ഞതാ, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ ഈ വിശ്വാസം കണ്ടെത്തുമോ? നമ്മളിത് പറഞ്ഞതാണ്, ഞാൻ അപ്പോഴത് വിശദീകരിച്ചില്ല. എല്ലാവരും പറയുന്നു, ബ്രദറും പറഞ്ഞു, ഞാനും പറഞ്ഞു, അങ്ങനെ തന്നെ പഠിച്ചിരുന്നത്. അവൻ ഭൂമിയിൽ ഈ വിശ്വാസം കണ്ടെത്തുമോ? ആര് കണ്ടെത്തുമോ എന്ന് നമ്മളൊക്കെ പറഞ്ഞുതരാം. യേശു വരാൻ സമയമാകുമ്പോൾ, ഞാനും അങ്ങനെ തന്നെ പഠിച്ചിരുന്നു. ഈ സഭയിൽ വന്നിട്ടും ഈ എളിയ മനുഷ്യനിലൂടെ ദൈവം സംസാരിച്ചിരുന്നത് ഒരു മെസ്സേജിൽ ഞാൻ കേട്ടപ്പോഴാണ് കണ്ണു നിറഞ്ഞു പോയത്. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ, അത് വായിച്ചു നോക്കുക, മാർക്ക് 8:16 എന്താണ്, 8:18 എന്താണ്. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവൻ ഭൂമിയിൽ ഈ വിശ്വാസം കണ്ടെത്തുമോ? നമ്മൾ എല്ലാവരും പറയുന്നത് യേശു ക്രിസ്തു വരുമ്പോൾ അല്ല, മനുഷ്യപുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രൻ എന്ന വാക്കിന്റെ വെളിപ്പാട് പ്രവാചകൻ എന്നാണ്. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ലോകം നോഹയുടെ കാലം പോലെയും സോദോമിന്റെ നാളുകൾ പോലെയും. അപ്പോൾ 2 വായ്മൊഴിയുണ്ട്. മനുഷ്യപുത്രൻ വരുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 18:30 മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ ലോകം നോഹയുടെ കാലം പോലെയും സോദോമിന്റെ നാളുകൾ പോലെയും. പിന്നെ മാർക്കോസ് കിട്ടിയോ? അവിടെ മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ, ഒരു മനുഷ്യപുത്രൻ വരേണ്ടത് എപ്പോഴാണ്? ദൈവം അപ്പോസ്തലന്മാരിലൂടെ സംസാരിച്ചതിനെ തെറ്റിച്ച് 2000 വർഷമായിട്ട് തെറ്റി നിൽക്കുന്ന എല്ലാ സഭകളും തെറ്റിലാണെന്നും ദൈവത്തിന്റെ ഈ മർമ്മങ്ങൾ, രഹസ്യങ്ങൾ എല്ലാം തുറന്ന് സംസാരിക്കുന്നതിനും ദൈവം ഒരു മനുഷ്യന്റെ വായ് ഉപയോഗിക്കും. ഹൃദയമല്ല, ബുദ്ധിയല്ല, ഓർമ്മയല്ല, ശരീരമെന്നും പറയുന്നില്ല, വായ്. ദൈവത്തിന്റെ മൗത്ത് പീസ് എന്നാണ് പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം. ദൈവം ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുന്ന നാളിൽ ഭൂമിയിൽ അപ്പോസ്തല പ്രവൃത്തി മുതൽ തുടങ്ങിയ വിശ്വാസം കണ്ടെത്തുമോ? ഇല്ല. അപ്പോൾ ഒരു പ്രവാചകനെ ഇനി മടക്കി വെച്ചോളൂ, പിന്നീട് നോക്കിക്കോളൂ. 18 എന്തോ 8 18 എന്തോ 8:14 എന്തോ. ഓക്കെ, മടക്കി വെച്ചോളൂ. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു അയച്ചിരിക്കുന്നു, യേശുവിനറിയാം അപ്പോസ്തലന്മാർ വന്ന് ദൈവവചനം പഠിപ്പിച്ച് അടുത്ത കർത്താവ് വരുന്നതിന് മുമ്പ് ഈ സഭ ഈ വിശ്വാസത്തിൽ ഭൂമിയിലെടുത്തുണ്ടാവില്ല, എല്ലാവരും തെറ്റിപ്പോകുമെന്നും അവസാന നാളിൽ ദൈവം ഒരുവനെ ഉപയോഗിക്കുമെന്നും. ഞാൻ ഇന്ന് ഈ വിഷയം എടുത്ത് തീർന്ന ശേഷം അടുത്ത ആഴ്ച അത് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്നും എടുക്കുന്നില്ല, തുടർന്ന് വരിക, തുടർന്നുള്ള ദിവസം എടുക്കാം. ബൈബിളിൽ അനേകം വചനങ്ങളുണ്ട്. അന്ത്യനാളിൽ ഏതോ ഒരു വ്യക്തിയിലൂടെ സംഭവിക്കേണ്ട അനേകം വചനങ്ങൾ പ്രവചനമായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ എടുക്കാം. ഇത് ആരിലൂടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അടയാളം ഉണ്ടാകണം. ഈ ഒരൊറ്റ വ്യക്തിയിലൂടെയാണ് സംഭവിച്ചത്. ഇതെല്ലാം പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും
ശരിയെന്ന് ഉത്തമ ബോധം വന്നതുകൊണ്ടാണ് ഈ പുരോഹിതന്മാർ തന്നെ എന്നെ എന്തെല്ലാം പറഞ്ഞിട്ട് ഞാൻ പോകാതെ അവിടെ ഇരുന്നതിന് കാരണം പത്രോസ് പറഞ്ഞ നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടിട്ട് എവിടെ പോകാനാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം അത് പറഞ്ഞില്ല. അത് പറയാം, അത് തന്നെ എടുക്കാം. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ഒരു യാഗം കഴിച്ചു. ഒന്ന് രക്തം ചീന്തിയ യാഗവും ഒന്ന് രക്തം ചീന്താത്ത യാഗവും. വെളിപ്പാട് പുസ്തകം എടുത്തു, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം എടുത്തു. അവിടെ 2 തരം യാഗം നടന്നു. ഒന്ന് രക്തം ചീന്തിയ യാഗവും ഒന്ന് രക്തം ചീന്താത്ത യാഗവും. ഏത് ദൈവം സ്വീകരിച്ചു? രക്തം ചീന്തിയ യാഗം. അതായത് വിരൂപമാക്കിയതും ഒരു ജീവനെ കൊന്നതും ദൈവത്തിന് പ്രസാദമുണ്ടാക്കിയെങ്കിൽ ഈ ജീവൻ നഷ്ടപ്പെട്ടാൽ എവിടെയോ ജീവൻ ലഭിക്കും. ആ ജീവൻ വന്നത് രക്തത്തിലൂടെയാണെങ്കിൽ ആ രക്തത്തിന്റെ പരിഹാരത്തിനായി രക്തം ചീന്തണം. അങ്ങനെയെങ്കിൽ ഇന്നും 2 തരം സ്നാനം നിലനിൽക്കുന്നു: രക്തം ചീന്തിയ സ്നാനവും രക്തം ചീന്താത്ത സ്നാനവും. രക്തം ചീന്തിയത് കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിലുള്ള സ്നാനവും രക്തം ചീന്താത്ത സ്നാനം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതും. ദൈവം ഏത് സ്വീകരിക്കും? രക്തം ചീന്തിയ യാഗമേ സ്വീകരിക്കുകയുള്ളൂ. ഏദൻ തോട്ടത്തിൽ ഉൽപ്പത്തി 3 നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ചില സൂചനകൾ തരാം, നിങ്ങൾ പരിശോധിക്കുക, പ്രാർത്ഥിക്കുക. ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഫലം തിന്നുന്നതാൽ, പഴം എന്നല്ല, ഇന്നും എല്ലാവരും അങ്ങനെ ആപ്പിൾ അല്ലെങ്കിൽ പഴം എന്നാണ് പറയുന്നത്. അവിടെ ആപ്പിൾ എന്നോ പഴം എന്നോ ഒരു വാക്കില്ല, വൃക്ഷഫലം എന്നേ ഉള്ളൂ. വൃക്ഷം എന്നത് തന്നെയും അതാ ഞാൻ എപ്പോഴും പറഞ്ഞത്, ബൈബിൾ ഉൽപ്പത്തി മുതൽ മർമ്മമായും ഗൂഢമായും ഉപമയായും സാദൃശ്യമായിട്ടുമാണ് സംസാരിച്ചിരിക്കുന്നത്. അവിടെ ഒരു വൃക്ഷം എന്ന് പറഞ്ഞത് വൃക്ഷമല്ല, ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷവും ജീവന്റെ വൃക്ഷവും ഭൂമിയിൽ നിന്നും മുളപ്പിച്ചു. ജീവന്റെ വൃക്ഷം കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ഭൂമിയിൽ നിന്ന് മുളപ്പിക്കാൻ പറ്റുമോ? മറ്റേത് പിശാചാണ്. അതിന് ശരിയേതെന്നും അറിയാം, തെറ്റേതെന്നും അറിയാം. അവനെ ഭൂമിയിൽ നിന്ന് മുളപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവം അങ്ങനെ അവിടെ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞവന് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ജാഗ്രതയോടെ അന്വേഷിക്കുമ്പോൾ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കും എന്താണ്. അപ്പോൾ 2 വൃക്ഷം എന്ന് പറയുന്നത് ഒന്ന് ദൈവവും ഒന്ന് പിശാചും. അപ്പോൾ ഫലം എന്ന് പറഞ്ഞാൽ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 19, 29 വായിച്ചാൽ അറിയാം. ദുഷ്ടന്റെ ഫലം ഒന്ന്, ദൈവത്തിന്റെ ഫലം ഒന്ന്. 2 ഫലങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നടന്നത് അനുസരണക്കേടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫലം ഭക്ഷിച്ചതാണെങ്കിൽ പഴയ നിയമകാലത്തെ ശിക്ഷ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇതാണ് ശിക്ഷ. അങ്ങനെയെങ്കിൽ വായു കൊണ്ട് ഫലം തിന്നു എങ്കിൽ എന്തിനാണ് സ്ത്രീയുടെ ഗർഭധാരണം വർദ്ധിപ്പിച്ചത്? നീ വേദനയോടെ പ്രസവിക്കുമെന്ന് പറഞ്ഞത് എന്തിന്? വാ കൊണ്ട് ഭക്ഷിച്ചതെങ്കിൽ വായ്ക്ക് ശിക്ഷ കൊടുക്കാതെ എന്തിന് പ്രസവിക്കുന്ന ഭാഗത്തിന് ശിക്ഷ കൊടുത്തു, വേദന കൊടുത്തു? ഉൽപ്പത്തി 3:16-17 അവിടെ പറയുന്നു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും എന്ന് പറയുന്നു. ആദാം മാത്രമാണ് അവിടെ ഭർത്താവാകാൻ യോഗ്യത ഉള്ളത് എങ്കിൽ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകുമെന്ന് പറയേണ്ടതിന്റെ ആവശ്യമെന്ത്? ദൈവത്തിന് അറിയാലോ, ആദാം ഹൗവ മാത്രമേ ഉള്ളൂ, കുഞ്ഞു പോലും ജനിച്ചിട്ടില്ല, ഭൂമിയിൽ മനുഷ്യരുമില്ല. ഈ സ്ത്രീക്ക് ഭർത്താവാകാൻ അവിടെ യോഗ്യതയായിട്ട് ആരോ ഉണ്ടായിരുന്നു. ഇവളുടെ ആഗ്രഹം ആദാമിനോടല്ലാതെ മറ്റാരോടോ ആയി. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും, സർപ്പത്തോടും പറയുന്നു, സ്ത്രീയോടും പറയുന്നു, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. 1 യോഹന്നാൻ 4:8-16 പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ദൈവം നമ്മെ സ്നേഹിക്കാനും പിണങ്ങിയിരിക്കുന്നവരെ സ്നേഹത്തിലാകുവാനും ഈ ബൈബിൾ മുഴുവനും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ദൈവം അവിടെ ആദ്യമായി വരുന്ന 2 കുഞ്ഞുങ്ങളെ തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കുമെന്ന് പറയേണ്ടതിന്റെ ആവശ്യകത എന്ത്? ദൈവം സ്നേഹമെന്നും ദൈവം എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ നിനക്കും സ്ത്രീക്കും, അപ്പോൾ ഒന്ന് നിനക്ക് എന്ന് പറയുന്നത് പിശാചിന്, സർപ്പന്റിന്, സ്ത്രീക്ക് എന്ന് പറയുമ്പോൾ ഹൗവയ്ക്ക്, നിന്റെ സന്തതിക്കും
ഹൗവയിലൂടെ ഉണ്ടാകുന്ന സന്തതിക്കും നിന്റെ സന്തതിക്കും അവന്റെ സന്തതിക്കും, അത് പിശാചിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അതിന്റെ ആവശ്യകത എന്ത്? പരിശോധിക്കുക, നിങ്ങൾ ചോദിക്കുക. ഈ സഭ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണോ പോകാം. ഇതുപോലെ പഠിപ്പിച്ചിട്ട് ഈ വെളിപ്പാടിന്മേൽ സ്ഥാനപ്പെട്ട് വിശ്വാസ ജീവിതത്തിലോ ഈ ദൈവിക വെളിപ്പാടിലോ ആണ് എങ്കിൽ നിങ്ങൾക്ക് പോകാം. അല്ല എങ്കിൽ എളിമയോടുകൂടെ മിണ്ടാതെ പോവുക. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. എന്തൊക്കെയോ വൻ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ബുദ്ധി പിശാചോ അല്ലെങ്കിൽ സാഹചര്യമോ എന്തെങ്കിലും ഉണ്ടാകും. നമുക്ക് പോകണമെന്ന തോന്നലും ചിന്തയുണ്ടാകും. ഇത് ശരിയാകില്ല എന്ന് തോന്നും. മിണ്ടാതിരിക്കുക. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ദൈവം വിശ്വസ്തൻ, വിളിച്ചവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവനെങ്കിൽ വിളിച്ചത് ദൈവമാണെങ്കിൽ ദൈവം തന്നെ നടത്തി ഇത്രയും പഠിപ്പിച്ചു തന്ന ഈ സത്യസഭയിൽ കൊണ്ടുവന്നിട്ട് പകുതി വെച്ചിട്ട് പോകാൻ പറയണമെങ്കിൽ ഈ ദൈവം തന്നെ പറയുമോ പോകാനായിട്ട്? എങ്കിൽ അത് അശുദ്ധാത്മാവാണ് പറഞ്ഞത്. എളിമയിൽ മടങ്ങി വരിക. ഹൃദയം തുറന്ന് സംസാരിക്കാനോ ക്ഷമ ചോദിക്കാനോ പറയുവാനോ ഉണ്ടെങ്കിൽ പറയുക. ഹൃദയം തുറക്കുക, ക്ഷമ പറയുക, സഭയുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഉൽപ്പത്തി 4 ആദാമും ഹവ്വയും തമ്മിൽ പരിഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി 4:1 ആ അനന്തരം എന്നാണ് വാക്ക്. അനന്തരം എന്ന് പറഞ്ഞാൽ തുടർന്ന്, ഒരു പരിഗ്രഹണം കഴിഞ്ഞ് അനന്തരം ആദാം തന്റെ ഭാര്യയെ ഹവ്വായെ പരിഗ്രഹിച്ചു. അനന്തരം എന്ന് പറഞ്ഞാൽ തുടർന്ന്. അപ്പോൾ ഒരിക്കൽ പരിഗ്രഹിച്ചു ആരോ എന്തോ, തുടർന്ന് ആദാമും പരിഗ്രഹിച്ചു. പരിഗ്രഹണം നടക്കുന്നത് 4-ാമത്തെ അധ്യായത്തിലും. എന്നാൽ ഉൽപ്പത്തി 3:20 നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ പറയുന്നു ഹവ്വ ജീവനുള്ളവർക്കൊക്കെയും മാതാവല്ലോ. ഉൽപ്പത്തി 4:1 ഒരേ ഒരു സ്ത്രീയെയും പുരുഷനെയും ദൈവം സൃഷ്ടിച്ചാക്കി. അവർ തങ്ങൾ പരിഗ്രഹണം നടക്കുന്നതിന് മുമ്പ് മാതാവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മാതാവാകുമെന്നല്ല. ഉൽപ്പത്തി 27-28 അവിടെയാണ് ഹാഗാർ ഇതുപോലെ ഗർഭിണിയായി സാറായുടെ വാക്ക് കേട്ട് അവിടുന്ന് കുഞ്ഞിനെ എടുത്തും കൊണ്ട് പോയി കഴിയുമ്പോൾ കുഞ്ഞിനെ ദൂരത്തിട്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം സമീപിച്ചിട്ട് പറയാണ്, നീ ഗർഭിണിയല്ലോ, നിന്റെ സന്തതിയെയും ഞാനൊരു ജാതിയാക്കും. അവിടെ ജാതിയാക്കുമെന്ന, മണൽത്തരി പോലെ ആക്കുമെന്ന, അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കുമെന്ന. വീണ്ടും അബ്രഹാമിനോട് തന്നെ പറഞ്ഞു, നിന്റെ സന്തതികളെ ഭൂമിയിലെ മണൽത്തരികളെ പോലെ ആക്കും. അബ്രഹാമിൽ നിന്ന് 2 വംശം ഉടലെടുക്കാൻ പോവുകയാണ്. ഒന്ന് ദൈവത്തിന്റെ ജനമായിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും മറ്റൊന്ന് ഭൂമിയിലെ മണൽത്തരി പോലെയും. ഒന്ന് ഇസ്മായിലിന്റെ പരമ്പരയും ഒന്ന് ഇസഹാക്കിന്റെ പരമ്പരയും. അപ്പോഴും അവിടെ പറയുന്നു നീ ഗർഭിണി അല്ലോ. ഇവിടെ പറയുന്നു ഹവ്വ നീ മാതാവല്ലോ. എന്റെ ബൈബിൾ ഞാൻ കൃത്യമായിട്ട് പറയാന്ന്. ഹാഗാറിന്റെ വിഷയം നോക്കിയാൽ കുഞ്ഞിനെ എടുത്ത് പണങ്ങിക്കൊണ്ട് പോകുന്ന സമയത്ത് 11-ാമത്തെ വാക്യം എത്തുമ്പോൾ അവിടെ പറയുന്നു നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇസ്മായിൽ എന്ന് പേരിടണം, അവന്റെ കൈ എപ്പോഴും ഇവന്റെ മേലും ഇവന്റെ കൈ എപ്പോഴും അവന്റെ മേലും, ഇവൻ ഒരു കാട്ടുകഴുതയെ പോലെ ഉള്ളവനായിരിക്കുമെന്ന് ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ഇസ്രായേൽ നടക്കുന്നത്. അപ്പോൾ മാതാവല്ലോ എന്ന് പറയുന്ന സമയത്ത് മുൻപോട്ട് വായിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഹാഗാറും അബ്രഹാമും പരിഗ്രഹണം കഴിഞ്ഞു, ഗർഭിണി എന്ന് കണ്ടിട്ടാണ് സാറായിക്ക് കോപമുണ്ടായി അവിടെ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ മാതാവല്ലോ എന്ന് പറയുന്നു, അവിടെ ഗർഭിണി അല്ലോ എന്ന് പറയുന്നു. ഇവിടെ ഉൽപ്പത്തി 3:20 ഹവ്വ ജീവനുള്ളവർക്കൊക്കെയും മാതാവല്ലോ. മാതാവാകുമെന്നല്ല, 4 പരിഗ്രഹിച്ച് പിന്നീട് ഉണ്ടാവുന്നല്ല. കർത്താവ് ഞാൻ നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, നീ വേദനയോടെ പ്രസവിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അവൾ ഗർഭിണിയാണ്. എങ്ങനെ ഗർഭിണിയായി? ഒരു വ്യക്തി ഗർഭിണിയാവണമെങ്കിൽ രക്തവും അണ്ടവും തമ്മിൽ ഇടകലരണം. അപ്പൊ ദൈവഹിതമല്ലാത്ത ദൈവികമല്ലാതെ ഒരു രക്തവും അണ്ടവും തമ്മിൽ ഇടകലർന്ന് അവിടെ ഒരു ജനനം തുടങ്ങി. ആ ജനനം വന്നപ്പോൾ അവിടെ ഒരു മരണമുണ്ടായി. അതാണ് കർത്താവ് പറഞ്ഞത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അവിടെ ഒരു മരണവും സംഭവിച്ചു, ഒരു ജീവനും സംഭവിച്ചു. ആ ജീവൻ ദൈവഹിതമല്ലാത്തത് കൊണ്ട് അതിനെ കൊല്ലണം. പ്രതീകാത്മകമായിട്ട് ഹാബേലിന് ദൈവത്തിൽ നിന്ന് വെളിപ്പാടുണ്ടായി. കായീൻ എവിടെ നിന്നുണ്ടായത്? 1 യോഹന്നാൻ 2:21 അവിടെ വായിച്ചു നോക്കുക. അവിടെ പറയുന്നു കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി ഹാബേലിനെ കൊന്നതുപോലെ അല്ല. അപ്പൊ കായീൻ എവിടെ നിന്ന്?
ദുഷ്ടനിൽ നിന്നുള്ളവനായി. ദുഷ്ടനാര്? മത്തായി 13 നോക്കിയാൽ കളയ നിറച്ചവൻ ദുഷ്ടൻ, പിശാച് തന്നെ. അപ്പോ ആ പിശാചിനാൽ വിതയ്ക്കപ്പെട്ട സന്തതിയാണ് കായീൻ. ആദാമിന്റെ വംശപരമ്പര ഉൽപ്പത്തി 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അവിടെ കായീന്റെ പേര് ചേർത്തിട്ടില്ല. നിങ്ങൾ നോക്കുക, അവിടെ 7-ാമനായി ഹാനോക്കിനെ ചേർക്കുന്നു. യൂദായുടെ ലേഖനം ഒരു അധ്യായമേ ഉള്ളൂ. 14-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ പറയുന്നു. അപ്പൊ ഉൽപ്പത്തി എവിടെ കിടക്കുന്നു? യൂദയുടെ ലേഖനം എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അവിടെ പറയുന്നു ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് വരെ. അപ്പോൾ 7-ാമനാണ് ഹാനോക്ക് എന്ന് ദൈവം പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായം വായിച്ചാൽ ആദാമിന്റെ വംശപാരമ്പര്യമാവിത് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഹാനോക്കിനെ 7-ാമനായി ചേർത്തിരിക്കുന്നതിനിടയിൽ ഒരിടത്തും കായീന്റെ പേർ ചേർത്തിട്ടില്ല. ദൈവം ചേർക്കാത്തത്, പരിശുദ്ധാത്മാവ് ചേർക്കാത്തതിന് കായീൻ ആദാമിന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ ഹാനോക്ക് പിന്നത്തെ യൂദയിലൂടെ പരിശുദ്ധാത്മാവ്, ഏത് യൂദ? കെട്ടിത്തൂങ്ങി ചത്ത യൂദയല്ല, യേശുവിന്റെ സഹോദരൻ ഒരു യൂദയുണ്ട്. ആ യൂദയുടെ ലേഖനമാണ്. അവിടെ പറയുന്നത് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് വരെ. അപ്പൊ 4000 വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു ഹാനോക്ക് 7-ാമനാണ് ആദാം മുതൽ. എന്നാൽ കായീൻ അവിടെ ചേർത്തിട്ടില്ല. ആദാമിന്റെ വംശപരമ്പരയാണെങ്കിൽ അവിടെ ചേർക്കും. ലൂക്കോസ് വിശേഷം 3-ാമത്തെ അധ്യായം അവസാന ഭാഗം 31 മുതൽ അങ്ങോട്ട് നോക്കിയാൽ 31-ൽ പറയുന്നത് ആദാം ദൈവത്തിൽ നിന്നുള്ളവൻ. അപ്പൊ ആദാം ദൈവത്തിൽ നിന്നുള്ളവനെങ്കിൽ ആദാമിൽ നിന്നാണ് കായീൻ ജനിക്കുന്നെങ്കിൽ 1 യോഹന്നാൻ 2:21 കായീൻ ആദാമിൽ നിന്നുള്ളവനായി അനുജനെ കൊന്നതുപോലെ എന്നാണ് ചേർക്കേണ്ടത്. അവിടെ ചേർത്തിരിക്കുന്നത് കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനായ കായീനെ കൊന്നതുപോലെ അല്ല. അപ്പോൾ യേശു പരീശന്മാരുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. അവൻ ആദ്യം മുതൽ കള്ളനും കൊലപാതകയും. ആര്? ഇവരുടെ പിതാവ്. ആരുടെ പിതാവാണ്? ബൈബിൾ ജ്ഞാനികളുടെ. അന്നു മുതൽ ഇന്നു വരെ കത്തോലിക്ക മുതൽ പെന്തക്കോസ് വരെ ഇരിക്കുന്ന സകല ബൈബിൾ ജ്ഞാനികളും സർപ്പൻ സീഡാണ്, കായീന്റെ വംശപരമ്പരയാണ്. അതുകൊണ്ടാണ് അവർ സ്നാനത്തിന് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഉപയോഗിക്കാത്തത്. നമ്മൾ ഇത് അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ദൈവത്തിൻ്റെതാണ്, ദൈവവചനമാണ്, ഞങ്ങൾ പോകും, ഞങ്ങൾ പഠിപ്പിക്കുന്നു, ഞങ്ങളെല്ലാം ദൈവമക്കൾ എന്ന് പറയുന്ന അവരുടെ തന്നെ ബൈബിളിൽ ഒരു നാമം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് 1000 തവണ പറയുകയും പാടുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിലേക്ക് നമ്മൾ എറിയ മനുഷ്യർ ഈ ട്രാക്റ്റുമായി കൊണ്ടുവരുമ്പോൾ അവരുടെ ഉള്ളിലെ ഭൂതമാണ് ഇരിക്കുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞാൽ ഇവർ സ്നാനപ്പെടില്ല. അതുകൊണ്ടാണ് അവര് പറഞ്ഞത് യോഹന്നാൻ 8:47 ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായികയാൽ കേൾക്കുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ വിളിച്ചു ചേർത്തത് നമ്മുടെ സഹോദരങ്ങൾ, അപ്പൻ, അമ്മ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, അവരെല്ലാം ഓരോ സഭയിൽ പോകുന്നവരാ. ഈ യേശു ക്രിസ്തു നാമത്തെ സ്ഥാനം പറയുമ്പോൾ നമ്മളെ നോക്കി പഠിക്കുന്നുവെങ്കിൽ ഒരമ്മയുടെ അമ്മയുടെ അപ്പന്റെ ജനനത്താൽ വന്നതിൽ തന്നെയും യാക്കോബ് ഏശാവിനെ പോലെ ഒന്ന് ദൂരത്തായിരിക്കുന്നു, ഒന്ന് സമീപത്തായിരിക്കുന്നു. നമുക്കെത്ര വലിയ ഭാഗ്യം! നമ്മളെ ജനിപ്പിച്ച പപ്പയ്ക്കോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ മാമനോ കൊച്ചിച്ചനോ സുഹൃത്തുക്കൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. എത്ര വലിയ ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്! അപ്പോൾ കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറഞ്ഞാൽ യേശു വരുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ തൊണ്ട തുറന്ന ശവക്കുഴി എന്ന്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്താ അത്? യേശു പറഞ്ഞു കള്ളം പറയില്ല. അവരുടെ തൊണ്ടയിലൂടെ വരുന്നത് മുഴുവനും ദുഷ്വർത്തമാനം, ദുരുപദേശം. അത് കേൾക്കുന്നവൻ ശവക്കുഴി തൊണ്ടയാണ്. നിന്റെ തൊണ്ട തുറന്ന ശവക്കുഴി. അപ്പോസ്തലന്മാരോട് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അതിന്റെ തൊണ്ട തുറന്ന ശവക്കുഴി. യേശു എന്തിനാ പറയുന്നത്? ഇതാ സകല ലോകത്തിലുണ്ടാകുന്ന മഹാസന്തോഷം, എല്ലാ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. അതെ, യേശു എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു, നിനക്ക് ഭൂതമുണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, നിനക്ക് ഭ്രാന്താണ്. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങൾക്കൊരു പിതാവുണ്ട്, ഒരു ദൈവമുണ്ട്. പലതും പറഞ്ഞപ്പോൾ അവർ യേശു എളിമയോടെ താഴ്മയോടെ പലതും പറഞ്ഞപ്പോൾ ഇവർ വീണ്ടും ദേഷ്യപ്പെടുത്തുകയാണ്. നിനക്ക് ഭൂതമുണ്ടെന്ന് ഇപ്പൊ ഞങ്ങൾ മനസ്സിലായി, നിനക്ക് ഭ്രാന്താണ്.
അവസാനം ദേഷ്യം വന്നപ്പോ 8:47 മുതൽ യേശു അവിടെ തുടങ്ങി, നിങ്ങൾ ദൈവസന്തതി അല്ലായകയാൽ ദൈവജനം കേൾക്കുന്നില്ല. പിന്നെ ഏത് സന്തതി? സർപ്പസന്തതി. അപ്പോ തൊണ്ട തുറന്ന ശവക്കുഴി എന്ന് വെച്ചാൽ ഇവർ പഠിപ്പിക്കുന്നത് മുഴുവൻ ദുരുപദേശം. ഈ ഒരൊറ്റ നാമത്തിലെ സ്ഥാനമേ ഉള്ളൂ. ഈ നാമത്തെ തള്ളിക്കളയുന്നവർ തന്നെ എതിർ ക്രിസ്തുക്കളാണ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ എളിയ മനുഷ്യനിലൂടെ ദൈവം പറഞ്ഞു, നമ്മളെല്ലാം സ്നാനപ്പെടുന്നു, എന്തിന് രക്തം ചെയ്തെന്ന് ആർക്കറിയാം? അതാണ് അപ്പോസ്തലർ 19:5 പറയുന്നത്, ഇത് കേട്ടാറേ. അപ്പൊ പൗലോസ് അവരോട് പറഞ്ഞു, രക്തം ചിന്തിയ യാഗമാണ് കഴിക്കേണ്ടത്. രക്തം എന്തിനു വേണ്ടി, എവിടെ വെച്ച് ഇടകലർന്നു, എന്താണ് അതിന്റെ പാപം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് പഠിപ്പിച്ച് കേട്ട് വിശ്വസിച്ചു. ഇത് കേട്ട രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതുപോലെ പഠിപ്പിക്കുന്ന ഒരു സഭയില്ല, ഭൂമിയിൽ ഒരു സഭയില്ല. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ യുവസയിൽ തന്നെ ഉണ്ട്. ഒരു സഭയും പഠിപ്പിക്കുന്നില്ല. അപ്പൊ 7 മുദ്രകൾ അന്ന് യോഹന്നാന് കൊടുത്തപ്പോൾ ഇതെല്ലാ കാര്യവും സംസാരിച്ചു. എന്നാൽ അടച്ചു വെച്ചേക്ക, 7ാം ദൂതന്റെ ശബ്ദത്തിന്റെ നാളിൽ അറിയിക്കുമെന്ന് ദൈവം പറഞ്ഞ പ്രകാരം മുദ്ര തുറന്നതാണ്. അപ്പോൾ തലയിൽ ആകാശവില്ലും മേഘമെടുത്തും ഈ അടയാളം കൂടെ കാണണം. അങ്ങനെ ആരെങ്കിലും വെളിപ്പെടുത്തിയെങ്കിൽ ആകാശത്താണ്. അതൊന്നും കണ്ടിട്ട് ഇതെല്ലാം കണ്ടത് ഒരൊറ്റ വ്യക്തിയുടെ, വില്യം മരിയം ബ്രൺഹാം എന്ന വ്യക്തിയിലൂടെ. അതിനും ഒരുപാട് പ്രത്യേകതയൊക്കെ ഉണ്ട്. നമ്മളതൊന്നും പഠിപ്പിക്കുന്ന, അതിനൊന്നും മഹത്വം വലിക്കുന്നില്ല. എങ്കിലും ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിച്ചു. അദ്ദേഹത്തിലൂടെ നമുക്ക് ജീവന്റെ മന്ന. ഇതാണ് വെളിപ്പാട് പുസ്തകം 3:22 പറയുന്നത്, ഞാൻ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരികയും ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം. അവസാനത്തെ ആഹാരം. നിദ്ര സ്വസ്ഥത. 1000 ആണ്ട് വാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സന്ധ്യാസമയത്ത് കുറെ വചനങ്ങളുണ്ട്. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ഈ സന്ദേശമാണ് വെളിച്ചം. ഈ സഭയിലെ പണ്ഡിതന്മാർ മുഴുവൻ പഠിപ്പിക്കുന്ന തുറന്ന ശവക്കുഴിയാണ്. ശവക്കുഴിയിലേക്കുള്ള ദുരുപദേശമാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ പ്രസംഗം കേൾക്കാൻ പോകരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് കേട്ടോട്ടെ, പോകരുത്. യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ തൊണ്ട തുറന്ന ശവക്കുഴി. അവർ യേശുവിനെ അംഗീകരിച്ചില്ല. അവരുടെ തലമുറയിൽപ്പെട്ടവരാണ് ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നാനം നിഷേധിച്ചിരിക്കുന്നവർ. എന്നാൽ ഒരു കൂട്ടർ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്നുണ്ട്. അവർക്കും ഈ ഉപദേശം അല്ല, തെറ്റായ ഉപദേശം. മൂടുപടവിടുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റ്. അത് കേട്ട് വിശ്വസിച്ചാലും തൊണ്ട തുറന്ന ശവക്കുഴി, മരണത്തിലേക്ക് പോകും. നമ്മളോ ജീവനിലേക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ രീതികൾക്ക് മാറ്റമില്ലെങ്കിൽ ഇന്നും മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ എന്ന് പറഞ്ഞു ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചുകൊണ്ട് ഈ സത്യം തുറന്നു പറയുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. നോഹയുടെ മനുഷ്യപുത്രൻ വെളിപ്പെടും. ലൂക്കോസ് സുവിശേഷം 17-ാമത്തെ അധ്യായം 25 മുതൽ താഴോട്ട് വായിച്ചു നോക്കുക. മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ ലോകം നോഹയുടെ കാലം പോലെയും സോതോമിന്റെ നാളുകൾ പോലെയും. സോതോമിൽ അന്ന് 2 പേരെ കണ്ടപ്പോൾ തൃത്വം പറഞ്ഞു. സഭകൾ മുഴുവൻ തൃത്വം പറയുന്നു. ആ സമയത്ത് അബ്രഹാം എന്നും അവരിൽ നിന്ന് വേറുപെട്ടിരുന്നു. മണവാട്ടി സഭയ്ക്ക് മുൻകുറി. അവിടെയാണ് വാഗ്ദത്തം സാറാക്കി ലഭിച്ചത്. വാഗ്ദത്ത സന്തതി. നമ്മുടെ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. ഈ സഭയിൽ തന്നെ നിലനിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് എടുക്കുന്നതല്ല ഈ വചനങ്ങൾ തന്നെയാണ്. ബൈബിളിലെ ഒരുപാട് വചനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു ആവശ്യകത ലാസ്റ്റിലുണ്ടോ? പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം അങ്ങനെ ഒരു ഉപദേശം പറയുമോ? അന്ത്യനാളിൽ ദൈവം എന്തെങ്കിലും പറയുന്നുള്ള വാക്യങ്ങൾ ഒന്നിലധികം ഉണ്ടോ? ആ വാക്യങ്ങളെല്ലാം എടുത്ത് പഠിപ്പിക്കാം. കൃപയോടെ ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പൊ ഇന്നിപ്പോ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക. ഇത് കേട്ടാറേ, നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. എന്ത് കേട്ടാറേ? അടുത്ത മാർക്ക് 16:16. ഇത് അപ്പോസ്തല പ്രവൃത്തി 19:5 ആണ്. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. മാർക്കോസ് 16:16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതുവരെയും പെന്തക്കോസ്തിൽ പറഞ്ഞിരുന്നത് ശൈശവ സ്നാനമല്ല. ഒരു കുട്ടിയെ സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നത് മിനിമം അറിയുകയെങ്കിലും വേണം, അത് വിശ്വസിക്കണം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതായിക്കോട്ടെ. പക്ഷെ അത് മാത്രമാണെങ്കിൽ യേശു പറഞ്ഞ വാക്ക് തരും. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. അവർ ദുരുപദേശം പഠിപ്പിക്കുന്നു, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചതെല്ലാം അവർക്ക് കണ്ടെത്താൻ കഴിവുള്ളവരാണെങ്കിൽ അവർ ദൈവത്തെക്കാൾ വലിയവരായില്ലേ? അതുപോലെ ഈ ലോകത്ത് കാണുന്ന സഭകൾ മുഴുവൻ ദൈവദാസന്മാരും ദൈവസഭയുമാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒളിച്ചു വെച്ചതെല്ലാം പിടിച്ചു പറിക്കാൻ കഴിവുള്ളവരായി പോയില്ലേ അവര്? അപ്പോൾ അങ്ങനെയല്ല. ദൈവത്തിന്റെ സത്യം ഇന്നും മറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്.
ദൈവജനം എന്ന് പറയുന്ന ഈ ജനം അത് കണ്ടെത്തിയിട്ടുമില്ല. അവർക്കത് കണ്ടെത്താനും കഴിയില്ല. കാണിച്ചു കൊടുത്തത് കർത്താവ് തന്നെയാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവരോട് ചോദിക്കുക, എന്തിനാണ് രക്തം ചെയ്യുന്നത്? രക്തവും പാപവും തമ്മിൽ എന്താണ് ബന്ധം? ഏദൻ തോട്ടത്തിലെ വായ് കൊണ്ട് ആപ്പിൾ ഭക്ഷിച്ചെങ്കിൽ ഗർഭധാരണം വർദ്ധിപ്പിച്ചതെന്തിന്? വേദനയോടെ പ്രസവിക്കുന്നു പറഞ്ഞതെന്തിനാണ്? നീ ഇത് കേൾക്കുന്ന നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നു. ഇനി സദൃശ്യവാക്യം 30-ാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ അവിടെ 28 അവിടെ മുതൽ പറയുന്നു, വ്യഭിചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ, അവൾ തിന്ന് വായ് തുടച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയും. വ്യഭിചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ, തിന്ന് വായ് തുടച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയും. അടുത്ത വാക്യം പറയുന്നതോ, 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 4 നിമിത്തം അതിന് സഹിച്ചുകൂടാ. ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തില് നീ ഇത് ചെയ്യുക കൊണ്ട് നീ നിമിത്തം, ആദാമിനോട് പറയുന്നത്, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഇണവചനമാണ് 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ ആ കായിനെ കൊല്ലാതിരിക്കാൻ ഒരു അടയാളം വെച്ചത്, 4 നിമിത്തം അതിന് സഹിച്ചുകൂടാ. അവൻ ചോദിച്ചു, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ? നീ എന്നെ കൊല്ലാതിരിക്കാൻ ഒരു അടയാളം വെച്ചു. അപ്പോൾ നീ എത്ര ദുഷ്ടൻ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിന് കായിന് സഹിച്ചുകൂടാ. അപ്പോൾ എന്തിനാണ് പാപപരിഹാരത്തിന് രക്തം ചെയ്യുന്നത്? ഇതൊക്കെ അറിയാമെങ്കിൽ പോയി സ്നാനപ്പെടുക. ഇങ്ങനെ അല്ല, ഇത് അറിഞ്ഞിട്ടല്ല സ്നാനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സ്നാനം പാപപരിഹാരം. ഒന്നാമത് യേശുക്രിസ്തു നാമത്തിലല്ല സ്നാനം, പിതാപുത്രൻ പരിശുദ്ധൻ. അപ്പോൾ തന്നെ വീണുപോയി. യേശു പറഞ്ഞ ശരിയാ, ഈ കാലം നോഹയുടെ കാലം പോലെ എല്ലാവരും വീണുപോകും. അതിനിടയിൽ നിന്ന് നമ്മളെ പോലെ 1-2 പേരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് അതും വലിയൊരു കൃപയാണ്. അപ്പൊ യേശുക്രിസ്തു നാമത്തിൽ അല്ല സ്നാനം. ഇനി യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്നവരുണ്ട്. പക്ഷെ എന്തിനാണ് രക്തം ചെയ്യുന്നത്? ഇതറിയണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടാറേ, എന്ത് കേട്ടാറേ ചോദിക്കുക. ഇല്ലെങ്കിൽ അറിയണമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരിക. ദൈവകൃപയാൽ കർത്താവ് നയിക്കുമെങ്കിൽ നമുക്ക് അവരോടൊപ്പം കൂട്ടായ്മയിൽ പങ്കിട്ട് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ അവിടെ നിർത്തുകയാണ്.